ടെലിവിഷൻ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായർ. ഇന്ന് ഫ്ലവേഴ്സ് TV, 24 ന്യൂസ് എന്നീ ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇദ്ദേഹം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയും കാലത്ത് ടെലിവിഷൻ ചാനലുകൾ വലിയ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. അതേസമയം ഇപ്പോഴും ആർട്ടിസ്റ്റുകൾ വലിയ പ്രതിഫലമാണ് വാങ്ങുന്നതെന്ന് ശ്രീകണ്ഠൻ നായർ പറയുന്നു. ബ്രോഡ്കാസ്റ്റ് ലീഡേഴ്സിൻ്റെ ടോക്കിൻ്റെ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. എൻ്റെ ആത്മവിമർശനമായി ഞാൻ കാണുന്നത് പല ആർട്ടിസ്റ്റുകളെയും വഷളാക്കിയതിൽ എനിക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം അവർക്ക് അർഹതപ്പെടാത്ത പണം നമ്മൾ വെച്ച് നീട്ടുകയും അവർ പിന്നെ അത് അവരുടെ അവകാശമായി മാറ്റുകയും ചെയ്തു. വിദേശ നാടുകളിൽ പോയി കഴിഞ്ഞാൽ വേദികളിൽ ഇപ്പോൾ മിമിക്രി പോലും വിറ്റുപോകുന്നില്ല. കലാകാരന്മാർ അത് തിരിച്ചറിയണം. ഈ അടുത്തൊരു സംഭവം തൻ്റെ ഓഫീസിലുണ്ടായി. ഒരു ആർട്ടിസ്റ്റ് അയാൾക്ക് കുറച്ച് കാശ് വേണമെന്ന് എന്നോട് പറഞ്ഞു. നിങ്ങൾ കാശ് കുറയ്ക്കുകയേ ഇപ്പോൾ മാർഗമുള്ളൂ, അല്ലാതെ രക്ഷയില്ലെന്ന് ഞാൻ പറഞ്ഞു. ടെലിവിഷനിൽ വരുന്ന ഓരോ പ്രോഗ്രാമിൻ്റെയും വരവും ചെലവും കണക്ക് കൂട്ടിയാൽ നഷ്ടമേ നമുക്ക് കാണാനാകൂ. ഞാനത് ആ മനുഷ്യന് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ പുള്ളി തയ്യാറായില്ല. എൻ്റെ അക്കൗണ്ടൻ്റ് എന്നോടൊരു കാര്യം പറഞ്ഞത് 10 കോടി രൂപയാണ് ഈ മനുഷ്യൻ ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. 10 രൂപ ഈ സ്ഥാനത്തിൻ്റെ പ്രധാന നിക്ഷേപകരിൽ ഒരാളായ ഗോകുലം ഗോപാലേട്ടന് കിട്ടിയിട്ടില്ല. അതാണ് ശരിക്കും അവസ്ഥ. അപ്പോൾ നമ്മളിൽ ഒരാളാണ് മണ്ടൻ. ടെലിവിഷൻ അവതാരകയായി ഏഷ്യനെറ്റിൽ ഞാൻ നടന്ന കാലം ഉണ്ടായിരുന്നു, ദൂരദർശനിൽ ഉണ്ടായിരുന്നു. എന്തൊരു സമാധാനമായിരുന്നു എന്നറിയാമോ? ഇപ്പോഴുള്ള പ്രശ്നം ഉറക്കം വരാത്ത രാത്രികളായിരിക്കും കൂടുതലും എന്നാണെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. കേരളത്തിലെ വളരെ പ്രശസ്തിയായ അഭിനേത്രി കേരളത്തിലെ ബഹുമാനിയായ ആളിൻ്റെ പരിപാടിക്ക് പോയി. ഞാനായിരുന്നു ആ അഭിനേത്രിയെ അങ്ങോട്ട് കണക്ട് ചെയ്ത് വിട്ടത്. അദ്ദേഹം ഒരു 2 ലക്ഷം രൂപയെ തരൂ, നിങ്ങൾ അതിൽ കൂടുതലൊക്കെയും വേതനം, അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടണം. അവർ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞുപോയി. അവരുടെ പ്രോഗ്രാമൊക്കെ ചെയ്ത് സന്തോഷമായി മടങ്ങി വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചു. എനിക്ക് 2 ലക്ഷം രൂപയുടെ ചെക്ക് വേണ്ട, 3 ലക്ഷം രൂപയിൽ കുറഞ്ഞ് ഞാൻ വാങ്ങാറില്ലെന്നും പറഞ്ഞു. കേരളത്തിലെ സിറ്റുവേഷൻ മോശമാണ്. മാത്രമല്ല അദ്ദേഹത്തെ പോലൊരു ആദരണീയ എൻ്റെ ജീവിതത്തിൽ ആദരിച്ചാണിത്. പിന്നീട് നിങ്ങളോട് പറയുകയും ചെയ്തുവെന്ന് ഞാൻ മറുപടി നൽകി. ഇല്ലില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പൈസ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. 3 ലക്ഷം രൂപ വാങ്ങി ഞാൻ അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. കേരളത്തിലെ മിക്ക ആർട്ടിസ്റ്റുകളെയും 1 രൂപ പോലും ടെലിവിഷൻ നിർമ്മാതാവിനോ സിനിമാ നിർമ്മാതാവിനോ കുറയ്ക്കാൻ തയ്യാറല്ല. മറ്റുള്ള ഭാഷയിലും അങ്ങനെയാണെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.